ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ ഞാൻ കേട്ടില്ല. നിങ്ങൾ മര്യാദകേട് പറയരുത്. വാട്സപ്പ് പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചു വരുന്നവനാ. നിങ്ങളെയൊക്കെ കൂടി വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. മിസ്റ്റർ റഹീം, നിങ്ങൾ എന്നാണ് ഈ ഭരണഘടനയെ കുറിച്ചൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയത്? മുഴുവൻ കഥ പറയണമെങ്കിൽ 2 തലമുറയുടെ കഥ പറയേണ്ടി വരും. ഭരണഘടന വരുമ്പം നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് റഹീമിന് അറിയില്ലെങ്കിൽ ചരിത്ര പുസ്തകം വായിക്കണം. ദിസ് ഇസ് ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ തൃശ്ശൂരിൽ മതിലകത്ത് പോയി കഴിഞ്ഞാൽ മതിലകത്ത് നിന്ന് തൊട്ടപ്പുറത്ത് പെരിഞ്ഞനത്ത് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എൻ്റെ പേരായതുകൊണ്ട് എനിക്ക് നാണക്കേടാ. അങ്ങേര് എങ്ങനെയാ സഖാവായത്, ബലിദാനിയായെന്ന് അറിയോ നിങ്ങൾക്ക്? എനിക്കറിയില്ല. ത്രിവർണ്ണ പതാക വലിയ തൂണിൻ്റെ മുകളിൽ കയറിയത് വാലിച്ചൂരി കറുത്ത നിങ്ങളുടെ കരിദിനത്തിൻ്റെ പേരിലെ കറുത്ത പതാക അവിടെ വെച്ചപ്പോൾ നാട്ടുകാർ കല്ലെറിഞ്ഞിട്ട് തല്ലിക്കൊന്നതാ. ഇന്ത്യയെ 2ആയിട്ടല്ല, ഇന്ത്യയെ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 1947 ഓഗസ്റ്റ് 15 കരിദിനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് റഹീമെ തൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ മേലിരിക്കുന്നവരാണ് തൻ്റെ നേതാക്കന്മാർ. എന്നിട്ടാണ് നിങ്ങൾ എന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ കേരളത്തിലെ ഒരു പള്ളിയും ഭാരതീയ ജനതാ പാർട്ടിയോ RSSോ ആക്രമിച്ച് തകർത്തിട്ടില്ല. ഈ നാട്ടിലെ പള്ളി തകർത്തത് CPM. അങ്ങനത്തെ ഒരു വർത്താനോ? ഏത് പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഭാഷ കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തരാം. ബൈബിള് പിച്ച് ചിന്തിയത് CPMന്റെ നേതാവാ. താമരശ്ശേരി, ഞാൻ പറയാന്ന് വെയിറ്റ് പറയാം. താമരശ്ശേരിയിലെ ബിഷപ്പിനെ എന്താ വിളിച്ചത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്ലാഷ് ബാക്ക്. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അയാളെ വിശ്വസിക്കാൻ കൊള്ളിയല്ലോ. അയാൾ പറഞ്ഞോണ്ടല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. ഈ മുഖ്യമന്ത്രി പറയണ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അയാൾ ആഡംബരമായിട്ട് നടക്കണ. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും. ഇത് എന്തിന്റെ കേടാണ്? ആകാശത്തു കൂടി പോണ വെടിയുണ്ടോ കോണി വെച്ച് കയറി കൊണ്ടോളൂ. കണ്ടിന്യൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കേട്ട ആളാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടിരുന്ന ആളാണ്. ഇടപെടരുത്. താങ്കൾ പറഞ്ഞ കുറച്ച് സെൻസിറ്റീവ് കാര്യമായതുകൊണ്ട് ഞാൻ പറയും. തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോൾ ഞാൻ ഫുള്ള് കേട്ടു. റഹീം ശശികല ടീച്ചർ ഇല്ല, ഞാൻ പറഞ്ഞു റഹീം ശശികല ടീച്ചർ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി പറയുകയായിരുന്നു. സംസാരിക്കട്ടെ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ ഇത് എൻ്റെ ഭാഷ കഴിയുന്നതിന് മുമ്പ്, എനിക്ക് തന്ന സമയം അനുവദിച്ചതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടേ ഞാൻ നിർത്തൂ. ഞാനിത് പറഞ്ഞല്ലോ. യു ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾ തൃശ്ശൂരിൽ വരിക. തൃശ്ശൂരിൽ വന്നാൽ ഒല്ലൂർ പള്ളിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒല്ലൂർ പള്ളിയിൽ പോയി. അവിടുത്തെ ആ പാതിരിയുണ്ട്, അവിടുത്തെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ എന്നോട്, ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. ഇത് കണ്ടോ, 8 ഉണ്ടകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ചതാ ഒല്ലൂർ പള്ളിയിൽ? ഇത് വസ്തുതയാ. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഒല്ലൂർ പള്ളിയിലേക്ക് നന്നായിട്ട് അറിയായിരുന്നു വെടിവെച്ച് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നിങ്ങളുടെ മന്ത്രിസഭ ഞാൻ കാണിച്ചു തരാം. വായിൽ നല്ല നോണയൊന്നും വന്നില്ല. സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണ പതാക കിട്ടിയതിന്റെ പേരിൽ താഴെ വലിച്ചിട്ട് ജനം എറിഞ്ഞുകൊന്ന പോലെയുള്ള വസ്തുതകളാണോ? ഞാൻ നിർത്തുകയാണ്. അല്ല, ഞാൻ നിർത്താൻ പോവാ. നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ ഞാൻ നിർത്തും. നീ ഒന്നും പണയണ്ട. അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് താങ്കൾ ഈ വാട്സപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അനുവദിക്കാൻ പറ്റുമോ? CB ഗോപാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് ചോദിക്കാം മിസ്റ്റർ. എനിക്ക്
എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ചെയ്യുന്നത്? അല്ല, ഞാൻ താങ്കൾ സംസാരിക്കട്ടെ. വാട്സപ്പിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇടപെടണ്ടേ? വസ്തുതാവിരുദ്ധമാണ് പറയുന്നത്, അതുകൊണ്ടാണ്. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? നിങ്ങൾ മര്യാദകേട് പറയരുത്. വാട്സപ്പ് പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചു വരുന്നവനാ. നിങ്ങളെയൊക്കെ കൂടി വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. അതൊക്കെ ഉണ്ട്. മനസ്സിലായോ? അതൊന്നും ഇല്ലാതെ പറയുന്നില്ല. നിങ്ങളെക്കാൾ സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണ പതാക കെട്ടാൻ കയറിയപ്പോ താഴെ എറിഞ്ഞിട്ട് കൊന്നു എന്നൊക്കെ താങ്കൾ എവിടുന്ന് വായിച്ച് പഠിച്ചതാണ്? താങ്കൾ എവിടെ വായിച്ചതാണ്? വാട്സപ്പിൽ അല്ലാതെ ബി ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചിട്ട് വാ. നിങ്ങൾ മിസ്റ്റർ റഹീം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൊന്നത് നിങ്ങൾ CPM-കാരാ. താങ്കൾ സമയമെടുത്ത് പറഞ്ഞു ഇടപെടാൻ. ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. എനിക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ? നിങ്ങൾ പറയാതെ ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇത്ര അസഹിഷ്ണുത പാടില്ല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. 21 പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജീവൻ മരണ പോരാട്ടം നടത്തിയ RSS-നെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്നത്. ഈ രാജു പി നായർ വീട്ടുതരം പറയുന്നത് നീ എന്നെ കൂടുതൽ കത്തെഴുതിയത് എന്താന്ന് എനിക്കറിയാം. കത്തെഴുതിയെന്ന് എനിക്കറിയാന്ന്. എന്തൊരു കഷ്ടം. ഓഗസ്റ്റ് 15 ഇന്ദിരാജി അങ്ങ് നടത്തിയ പ്രസംഗം അതിഗംഭീരമായിരുന്നു. അതിനിടയിൽ മൂടും പോയി. ഞങ്ങളുടെ RSS നിരോധനം നീക്കിത്തരണേ എന്ന മാപ്പപേക്ഷയുടെ 10 കത്ത് ഞാൻ അയച്ചുതരാം. അത് വാട്സപ്പ് ഒന്നും അല്ലെന്നേ, ചരിത്രമാ. നിങ്ങൾ ഞാനൊന്ന് പറയണമെന്ന് മനസ്സിലാക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ RSS-നോട് കത്തെഴുതിയപ്പോൾ 21 പരിപാടി നടത്താൻ ഞങ്ങൾ കൂടെ നിൽക്കാൻ സൗകര്യമില്ല. അടിയന്തരാവസ്ഥയോട് RSS തുല്യം ചാർത്തിയവരാണ്. ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. നിങ്ങൾക്ക് വന്ന് അടിയന്തരാവസ്ഥയെ പറ്റി പറയുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് തുല്യം പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. നിങ്ങൾ പിൻവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ടോന്ന് ക്ഷമാപണ കത്ത് എഴുതിയവരാണ് ബി ഗോപാലകൃഷ്ണൻ. ചരിത്രമല്ലേ ഇതൊക്കെ? നാണം എന്ന് പറയുന്ന സാധനം അതെനിക്ക് പറയാനുള്ളത്. നാണം എന്ന് പറയുന്ന അങ്ങോട്ട് എനിക്ക് പറയാനുള്ളതാ. ചരിത്രം എന്ന് പറയുന്ന താങ്കൾക്കറിയില്ല. കൂടുതൽ ഇളക്കല്ലേ സർ. നാഗ്പൂരിൽ പോരാടിയ പ്രസ്ഥാനമാണ് RSS. സർ, നാഗ്പൂരിന്റെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തിരിക്കുക. നിങ്ങൾ ഒരു കാര്യം, നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തുകൾ ഇരിക്കുക. നാണം വേണ്ടേ സാർ? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് വാചകം അടിക്കുന്നുണ്ടല്ലോ, ആ വാചകം അടിക്കാനുള്ള അനുവാദം 43, 44 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയും ഔദാര്യമാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നിങ്ങൾ എന്ത് വിവരക്കേടാ. ശരി, ഞാൻ തിരികെ വിവരക്കേടാ. ബാലാസാഹിബ് ദേവറസിന്റെ 4 പേജുള്ള കത്ത് ഞാൻ അയച്ചു തരാം. RSS-നെ നിരോധിച്ചോ ഇല്ലയോ? അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. നിങ്ങൾ വാട്സാപ്പ് കൊണ്ട് നടക്കുന്ന, ഞാൻ വാട്സാപ്പ് അല്ല ചരിത്രവാ. 21 പരിപാടി നടപ്പാക്കാൻ RSS വേണമെന്ന് പറഞ്ഞപ്പോ 21 പരിപാടി നടപ്പാക്കാൻ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരാ ഞങ്ങൾ. പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത്. ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. എന്ത് മണ്ടത്തരോ പറയുന്നത് ഗോപാലകൃഷ്ണൻ. എന്ത് മണ്ടത്തരമൊക്കെയാ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. RSS നേടിയ ഔദാര്യമാണ് ഇവിടുന്ന് ആദ്യം നടന്നത്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ഒരൗദാര്യമല്ല. നിങ്ങൾ പോയി പഠിക്കുന്ന ചരിത്രം ഒരൗദാര്യമല്ല. ഈ ഭരണഘടനയാണ്, ഈ ഭരണഘടനയുടെ ശക്തി. ഒരു RSS ഔദാര്യമല്ല. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.